മൂന്നാമത്തെ കാര്യം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രത അതിൽ ആഷൂറന്റെ നോമ്പ് ഉണ്ട് എന്നതാണ്. ആഷൂറ എന്ന് പറഞ്ഞാൽ മുഹറം 10 ആഷൂറ എന്ന് പറയാം. ആ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാൾ ആ നോമ്പ് അനുഷ്ഠിച്ചാൽ, ആഷൂറന്റെ നോമ്പ് അനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്നാണ്. അതുകൊണ്ടാണ് അഫ്ളലു സിയാമി ബഅദ ശഹരി റമളാൻ, റമളാനിന്റെ ശേഷമുള്ള നോമ്പുകളിൽ ഏറ്റവും ഉത്തമമായ നോമ്പ് മുഹറം മാസത്തിലെ ആഷൂറായിൽ ഒരാൾ അനുഷ്ഠിക്കുന്ന നോമ്പാണ്. നമസ്കാരങ്ങളിൽ ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായ നമസ്കാരം ഒരാൾ രാത്രി നമസ്കരിക്കുന്ന തഹജ്ജുദ് നമസ്കാരമാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നാലാമത്തെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറമിൽ നോമ്പനുഷ്ഠിച്ചു. മുഹറം 10 നോമ്പനുഷ്ഠിച്ചത്. ജൂതന്മാരുടെയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവര് അന്ന് നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മുഹറം 10 നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. മദീനയിൽ അത് തുടർന്നു വന്നു. റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ അത് സുന്നത്താക്കി മാറ്റി. ഇഷ്ടമുള്ളവർക്ക് അനുഷ്ഠിക്കാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാമെന്ന നിയമം കൊണ്ടുവന്നു. ആ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുന്നത് ജൂതന്മാരും അങ്ങനെ അനുഷ്ഠിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് നിങ്ങൾ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് ചോദിച്ചു. മൂസ അലൈഹി ഇസ്ലാമിനെ ഫറോവയിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10 എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാനാണ് നിങ്ങളെക്കാൾ കൂടുതൽ മൂസ അലൈഹി ഇസ്ലാമിനോട് അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പ് അടുത്ത പ്രാവശ്യം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 ഞാൻ അനുഷ്ഠിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുഹറം കഴിഞ്ഞ് ഉടനെ റബീഉൽ അവ്വലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് യാത്ര പോയത്. അപ്പൊ അതുകൊണ്ട് ജൂതന്മാരുമായി മുഖാലഫത്ത് ഉണ്ടാവുക, അവരുമായി നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നത് ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു താല്പര്യമാണ്. അപ്പൊ അതുകൊണ്ട് മുഹറം 9 10 നോമ്പനുഷ്ഠിക്കാം. മുഹറം 9 10 11 ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കാം. 10 11 നോമ്പനുഷ്ഠിക്കാം. ഈ ചര്യകളൊക്കെ സലഫുസ് സാലിഹീങ്ങൾ അംഗീകരിച്ച ചര്യകളാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം 10 നോമ്പാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മുഹറം 10 എന്ന് പറഞ്ഞാൽ ജൂതന്മാരുമായി ഇന്നത്തെ കാലത്ത് സാംസ്കാരികവും സാമൂഹികവും മതപരവുമായ വൈജാത്യം എന്ന് പറയുന്നത് കേവല വിശ്വാസത്തിന്റെ കാര്യമല്ല. ഇസ്രായേൽ ഇന്ന് മസ്ജിദുൽ അഖ്സ അധിനിവേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ജൂതന്മാരുമായി എല്ലാ അർത്ഥത്തിലും വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുക, പ്രത്യേകിച്ച് ഇസ്രായേലുമായി വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുക എന്നത് മുസ്ലിമിന്റെ ബാധ്യതയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ മുഹറം നോമ്പിന് മതപരമായൊരു ബാധ്യത, പുണ്യം മാത്രമല്ല രാഷ്ട്രീയമായൊരു പ്രഖ്യാപനം കൂടി മുഹറം 10 നോമ്പിനുണ്ട്. അതുകൊണ്ട് ആ നോമ്പ് ഇവിടത്തെ അധിനിവേശത്തിനെതിരെയും ഖുദ്സിന്റെ ഭൂമിയെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനെതിരെയുമുള്ള ഒരു ഐക്യദാർഢ്യം കൂടിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.